നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നിന്ന് സിനിമയിലേക്കും സിനിമയിൽ നിന്ന് ജീവിതത്തിലേക്കും പരകായ പ്രവേശം നടത്തുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ രഞ്ജിത്ത് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടനും ബാലാമണിയും കുമ്പിടിയും പിന്നെ ജയപ്രകാശ് എന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുമൊക്കെ നമുക്ക് സുപരിചിതരാണ്. അവർക്കിടയിൽ മുഖംമൂടി ധരിച്ച ഒരു വില്ലൻ ഒളിച്ചിരുന്നു. ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ അയാൾ തൻ്റെ മുഖംമൂടികൾ അഴിച്ചുവെച്ച് പലപ്പോഴും ഏറ്റവും മൃഗീയമായ ആക്രമണങ്ങളിലേക്ക് തിരിഞ്ഞു. സ്ത്രീ അയാളുടെ ഇഷ്ടവിഷയമായി. രണ്ട് എക്സ്ട്രീമുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനാണ് രഞ്ജിത്ത് എന്ന് പൊതുവെ സിനിമാ ലോകത്തുള്ളവർ പറയും. പക്ഷേ ജീവിതത്തിലും അയാൾ സഞ്ചരിച്ചത് രണ്ട് എക്സ്ട്രീമുകളിലൂടെ. രഞ്ജിത്ത് എന്ന ഫിലിം മേക്കറെ മലയാള സിനിമാ ചരിത്രം ഒരുപക്ഷെ അടയാളപ്പെടുത്തും. എന്നാൽ അയാളുടെ ജീവിതം ഇനി അടയാളപ്പെടുത്തുക ഏറ്റവും നിന്ദ്യമായ ഒരു കഥാപാത്രത്തിൻ്റെ രൂപത്തിൽ. തികഞ്ഞ മദ്യപാനിയായ രഞ്ജിത്ത് സ്പിരിറ്റ് എന്ന സിനിമയിലൂടെ മദ്യപാനത്തിനെതിരെ ഒരു സന്ദേശം നൽകുന്നു. അതുതന്നെയാണ് അയാളുടെ ജീവിതവും. നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന് നമുക്കറിയാം, നിഷ്കളങ്കയായ ഒരു ഗ്രാമീണ പെൺകുട്ടി. എന്നാൽ മറ്റൊരു പെൺകുട്ടി ഇപ്പോൾ പരാതിയുമായി അധികൃതരെ സമീപിച്ചു. അവിടെയാണ് രഞ്ജിത്ത് എന്ന സംവിധായകൻ വീണുടയുന്നത്. ധാർഷ്ട്യത്തിൻ്റെ മറ്റൊരു രൂപമാണ് രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെ പണ്ട് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ അയാൾ വിളിക്കുന്നത് പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത്രയേറെ ധാർഷ്ട്യം അവർക്ക് മുന്നിൽ അയാൾ പ്രകടിപ്പിച്ചു. പിന്നീട് അതേ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും തൻ്റെ വരുതിക്ക് നിർത്താൻ രഞ്ജിത്തിന് കഴിഞ്ഞു. അതിനയാൾ ഉപയോഗപ്പെടുത്തിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേൽവിലാസവും തൻ്റെ ഇൻ്റലക്ച്വൽ ലെവലും. തൻ്റെ പുതിയ സിനിമാ ചിത്രീകരണത്തിനിടയിൽ തൻ്റെ കാരവാനിലേക്ക് പുതുമുഖ നടിയെ വിളിച്ചു വരുത്തുന്നു. അന്യഭാഷയിൽ നിന്ന് മലയാളത്തിൽ അഭിനയിക്കാനെത്തിയതാണ് ആ യുവനടി. കാരവാനിൽ കയറിയ പാടെ ലൈംഗിക ചേഷ്ടകളോടെ അയാൾ അവളെ കടന്നു പിടിച്ചു. ബലമായി കാരവാനിനുള്ളിലെ സോഫയിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. ഇതിനിടയിൽ രക്ഷപ്പെട്ട് കുതറിയോടിയ യുവനടി. ആ നടി പിന്നീട് മാനസികമായി തകർന്നു. കൗൺസിലിംഗ് അടക്കം വേണ്ടിവന്നു അവർക്ക്. ഒടുവിൽ മാനസിക തകർച്ചയിൽ പോലീസിനെ സമീപിച്ചു. അവരുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പോലീസിന് ബോധ്യമായി. സിനിമാ ലോകത്ത് രഞ്ജിത്തിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന നിരവധി കഥകളുണ്ട്. അയാൾക്ക് ഗ്രൂപ്പ് സെക്സ് അടക്കം ഇഷ്ടമുള്ള വിഷയങ്ങളാണ്. പ്രകൃതി വിരുദ്ധത തന്നെയാണ് രഞ്ജിത്തിൻ്റെ മുഖമുദ്ര. ചില സിനിമകളിലെ കഥാപാത്രങ്ങളെപ്പോലെ ഒരിക്കൽ ഒരു യുവാവ് രഞ്ജിത്തിനെതിരെ ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. പ്രകൃതി വിരുദ്ധത തന്നോട് രഞ്ജിത്ത് കാട്ടിയെന്നായിരുന്നു ആ പരാതി. സിനിമ ചിത്രീകരണത്തിനിടയിൽ രഞ്ജിത്ത് തന്നെ കയറി പിടിച്ചുവെന്നാണ് ഇപ്പോൾ യുവനടിയുടെ പരാതി. 61കാരനാണ് രഞ്ജിത്ത്. മാനഭംഗം, ലൈംഗികാതിക്രമം, തടഞ്ഞുവെക്കൽ, അശ്ലീല ആംഗ്യം കാണിക്കൽ എന്നീ 4 വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. എന്നാൽ രഞ്ജിത്തിന് സംഭവിച്ചത് മറ്റൊന്നാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ രഞ്ജിത്തിനെതിരെ പുതിയ സ്ത്രീപീഡന പരാതി പുറത്തു വന്നാൽ അത് LDFനെ തകർക്കുമെന്ന് LDFന് ബോധ്യം വന്നു. അതുകൊണ്ടാണ് ഭരണകൂടം ചില കരുക്കൾ നീക്കിയത്. പരാതി മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നതിന് തൊട്ടു മുൻപ് തന്നെ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കണം. ഇന്നലെ വൈകുന്നേരം സിനിമ സീനുകൾക്ക് സമാനമായ തലത്തിലാണ് രഞ്ജിത്തിനെ തൊടുപുഴ മുട്ടത്ത് വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നത്. മുട്ടത്ത് സിസിലിയ ഹോട്ടലൊക്കെ നടത്തുന്ന ബിനോയ് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഇക്കഴിഞ്ഞ ദിവസം പോലീസ് വാഹനം പെട്ടെന്ന് മറ്റൊരു വാഹനത്തെ കുറുകെ തടഞ്ഞു നിർത്തുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള പരിസരവാസികൾ ഒന്ന് ശ്രദ്ധിച്ചു. ആ നാട്ടുകാർ കരുതിയത് ഏതെങ്കിലും മയക്കുമരുന്ന് കേസിൽ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തുന്നതാണ് എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നാട്ടുകാർ വിവരമറിഞ്ഞു. പോലീസ് പറഞ്ഞു ഒരു സിനിമാ പ്രവർത്തകനെ, സംവിധായകനെ അറസ്റ്റ് ചെയ്യുകയാണെന്ന്. ലോക്കൽ മാധ്യമങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ തടിച്ചുകൂടി. പിന്നീട് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ രഞ്ജിത്തിന് കൂസലില്ല. അയാൾക്കൊപ്പമുള്ളവർ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. ഒപ്പമുള്ളവരോട് പെട്ടെന്ന് തന്നെ CPMൻ്റെ ഉന്നത നേതാക്കളെ വിവരമറിയിക്കാൻ രഞ്ജിത്ത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പോലീസിനോടും പറഞ്ഞു ഉന്നതർ ബന്ധപ്പെടും, എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അയാളുടെ ധാർഷ്ട്യം വില പോയില്ല. ഇതിന് പിന്നിൽ CPM നേതാക്കൾ തന്നെയാണ് കരുക്കൾ നീക്കിയതെന്നറിഞ്ഞപ്പോൾ അയാൾ ഒരുപക്ഷെ തകർന്നിട്ടുണ്ടാവാം. അയാളുടെ ക്രൂരതകൾ ഒന്നൊന്നായി പോലീസ് വിവരിച്ചു. കൊച്ചിയിൽ നിന്ന് പോലീസ് എത്തുന്നതുവരെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കാത്തിരിക്കാൻ തൊടുപുഴ പോലീസ് രഞ്ജിത്തിനോട് പറഞ്ഞു. പിന്നീട് കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘം രഞ്ജിത്തുമായി കൊച്ചിയിലേക്ക് തിരിച്ചു. വൈദ്യപരിശോധനയ്ക്ക് അയാൾ വിധേയനാക്കി. രഞ്ജിത്തിൻ്റെ വൈദ്യപരിശോധനയിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തി.
എന്നാൽ ലൈംഗികക്ഷമതയിൽ ഒരു കുറവുമില്ല എന്നാണ് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞത്. സിനിമാ സെറ്റിൽ തന്നെയുള്ള ആഭ്യന്തര സമിതിക്ക് മുൻപാകെ യുവതി പരാതി നൽകിയെന്നാണ് യുവതി പറയുന്നത്. എന്നാൽ പരാതി കമ്മിറ്റി മുമ്പാകെ ഇത്തരമൊരു പരാതി വന്നിട്ടില്ല എന്ന് സിനിമാ പ്രവർത്തകർ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട SITക്ക് മുന്നിലും ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട്. പരാതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊച്ചിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഭരണകൂടത്തെ ധരിപ്പിച്ചു. ഇതേ തുടർന്നാണ് ഇരുചെവി അറിയാതെ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഉത്തരവ് മുകളിൽ നിന്ന് പാഞ്ഞത്. എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലെത്തി പിന്നീട് മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു രഞ്ജിത്തിന്റെ അറസ്റ്റ്. നേരത്തെ തന്നെ രഞ്ജിത്തിനെതിരെ 2 പീഡന പരാതികൾ ഉയർന്നിരുന്നു. പലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ബംഗാളി നടിയോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു ആദ്യ പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്നുള്ള ആദ്യ പരാതി. എന്നാൽ കേരളത്തെ നടുക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു പരാതിയും കളത്തിലെത്തി. തന്നെ ബംഗളൂരുവിൽ വെച്ച് പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു ഒരു യുവാവിന്റെ പരാതി. കോഴിക്കോട് സ്വദേശിയായിരുന്നു യുവാവ്. സംഭവം നടന്നത് 12 വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ പരാതിയിലെ ആരോപണങ്ങളിൽ വ്യക്തതയില്ല എന്ന് കോടതി പറഞ്ഞു. പരാതി നൽകാൻ വൈകിയതിൽ സംശയാസ്പദമായ ചിലതുണ്ട് എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടിയതോടെ 2 പരാതികളിൽ നിന്ന് രഞ്ജിത്ത് രക്ഷപ്പെട്ടു. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ 2012 ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കി എന്നതായിരുന്നു യുവാവിന്റെ പരാതി. അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ച് നൽകുന്നു. അതിൽ സന്ദേശം അയക്കാൻ ആവശ്യപ്പെട്ടു. ബംഗളൂരു താജ് ഹോട്ടലിൽ വെച്ച് വീണ്ടും രഞ്ജിത്തിനെ താൻ കണ്ടുമുട്ടുന്നു. രാത്രി 10 മണിയോടെ ഹോട്ടലിലെത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താനുള്ള നിർദ്ദേശം. മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി. പിന്നീട് അത് തന്നെ നിർബന്ധിച്ചു കുടിപ്പിച്ചു. അതിനുശേഷം തന്നെ വിവസ്ത്രനാക്കി എന്നും പ്രകൃതി വിരുദ്ധ ലൈംഗികതയിൽ ഏർപ്പെട്ടു എന്നുമാണ് യുവാവിന്റെ പരാതി. ഒരു കാലഘട്ടം നിറയെ മലയാള സിനിമയെ നിയന്ത്രിച്ച രഞ്ജിത്തിന് ഇത് എന്താണ് സംഭവിച്ചത്? വളരെ ചെറുപ്പത്തിൽ സിനിമാ ലോകത്തെത്തിയ രഞ്ജിത്ത് ചില തിരക്കഥകളിലൂടെ മലയാള സിനിമാ ലോകത്തെ ആദ്യം ഞെട്ടിച്ചു. ദേവാസുരം, 6-ാം തമ്പുരാൻ, സമ്മർ ഇൻ ബത്ലഹേം, നരസിംഹം തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നതാണ്. എന്നാൽ ആ സിനിമകളിലെ നായക സങ്കല്പം അതുവരെയുള്ള മലയാള സിനിമ നായക സങ്കല്പങ്ങളെ പിഴുതെറിഞ്ഞു. അതിശക്തമായ കഥാപാത്രങ്ങൾ. പിന്നീട് സംവിധാന തലത്തിലേക്ക് രഞ്ജിത്ത് കടന്നത് ഒരു പിടി നല്ല ചിത്രങ്ങളുമായി. രാവണപ്രഭു, നന്ദനം, മിഴിരണ്ടിലും ബ്ലാക്ക്, ചന്ദ്രോത്സവം, പ്രജാപതി, റോക്ക് ആൻഡ് റോൾ, തിരക്കഥ, പലേരി മാണിക്യം, പ്രാഞ്ചിയേട്ടൻ, സ്പിരിറ്റ്, കടൽ കടന്ന്, മാത്തുക്കുട്ടി, ഞാൻ, ലോഹം, ലീല, പുത്തൻ പണം തുടങ്ങി ഒരുപിടി സിനിമകൾ. ഈ സിനിമകളുടെ വിജയം രഞ്ജിത്തിന്റെ സ്വഭാവ രീതി മാറ്റിമറിച്ചു. ആദ്യകാലത്ത് രഞ്ജിത്തിന് ഗുരുസ്ഥാനീയരായിരുന്ന കമൽ ഉൾപ്പെടെയുള്ളവരെ പിന്നീട് രഞ്ജിത്ത് പറന്നു. ഗിരീഷ് പുത്തഞ്ചേരി ഉൾപ്പെടെയുള്ളവരുടെ സൗഹൃദം അയാൾ വേണ്ട എന്ന് വെച്ചു. പിന്നീട് സിനിമാ ലോകത്തുള്ള പല പ്രഗത്ഭരും തൻ്റെ കാൽച്ചുവട്ടിലാണ് എന്ന് രഞ്ജിത്ത് ധരിച്ചു. ഒരു വശത്ത് CPM എന്ന പാർട്ടിയുടെ പരിപൂർണ പിന്തുണ, മറുവശത്ത് മലയാള സിനിമാ താരങ്ങളെ രഞ്ജിത്ത് തൻ്റെ കൈക്കുമ്പിളിലിട്ട് അമ്മാനമാടാൻ ശക്തനാണെന്നുള്ള ധാരണ. എന്നാൽ മറ്റു ചില സ്വഭാവ ദൂഷ്യങ്ങൾ അയാളെ വീഴ്ത്തി. കടുത്ത മദ്യപാനിയായി തീർന്നു. പഴയ ബന്ധങ്ങൾ മറന്നു. കോഴിക്കോട് തെരുവുകളിൽ ഒരിക്കൽ ഒരു സാധാരണക്കാരനെ പോലെ നടന്ന രഞ്ജിത്ത് പിന്നീട് അയാളുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം. വലിയ പണക്കാർക്കൊപ്പം മുന്തിയ ഹോട്ടലുകളിൽ മാത്രമായി അയാളുടെ രാത്രികൾ. പിന്നീട് സർഗാത്മകതയിൽ നിന്ന് വഴുതി മാറി ഏറ്റവും വൃത്തികെട്ട ജീവിതാവസ്ഥയിലേക്ക് രഞ്ജിത്ത് പതിച്ചു. പണ്ട് മുതലേ സിനിമാ സെറ്റുകളിൽ എത്തുന്ന എക്സ്ട്രാ നടികൾ ഉൾപ്പെടെയുള്ളവരോട് പ്രത്യേക താല്പര്യം രഞ്ജിത്ത് കാട്ടാറുണ്ട്. സ്ത്രീ വിഷയം തന്നെയായിരുന്നു രഞ്ജിത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. എന്നാൽ ഇപ്പോൾ അതേ സ്ത്രീ വിഷയം രഞ്ജിത്തിനെ പൂർണ്ണമായി വീഴ്ത്തുന്നു. മുമ്പൊരിക്കൽ മലയാള സിനിമാ ലോകത്തെ പ്രശസ്തയായ ഒരു നടിയെ തനിക്കൊപ്പം ചേർത്തു രഞ്ജിത്ത്. ദാമ്പത്യ ജീവിതത്തിനപ്പുറം ഈ സ്ത്രീയുമായുള്ള ബന്ധം പലപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. പിന്നീട് ആ നടിക്കുണ്ടായ കുഞ്ഞിനെക്കുറിച്ചും ചില കഥകൾ കേരളത്തിലെ സിനിമാ ലോകത്ത് പരന്നു. കഥകൾക്ക് മുമ്പിൽ ഒരിക്കലും മുഖം കൊടുക്കാറില്ല രഞ്ജിത്ത്. അപവാദങ്ങളിൽ തളർന്നിരിക്കാറുമില്ല എന്നയാൾ പറയും. എന്നാൽ കൂടുതൽ മദ്യപാനശീലം അയാളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെ കോടതി ഈ കേസ് പരിഗണിച്ചു. 14 ദിവസത്തേക്ക് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു രഞ്ജിത്തിൻ്റെ ആവശ്യം. സിനിമാ ചിത്രീകരണത്തിനിടയിൽ നടിക്ക് താൻ അവസരം നിഷേധിച്ചതാണ് പകയ്ക്ക് കാരണമെന്നൊക്കെ കോടതിയിൽ അയാൾ പറഞ്ഞു നോക്കി. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് താൻ വിധേയനായിട്ടുണ്ട്.
നട്ടെല്ലിന് ശസ്ത്രക്രിയ നടത്തി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നൊക്കെ കോടതിയിൽ പറഞ്ഞു നോക്കി. എന്നാൽ രഞ്ജിത്തിനോട് ഒരു വിട്ടുവീഴ്ചയും അരുത് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. കേസിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രഞ്ജിത്തിനെ സിനിമാ സംഘടനകൾ വിവിധ സംഘടനകളിൽ നിന്ന് പുറത്താക്കാനുള്ള ആലോചന തുടങ്ങി. ഫെഫ്കയ്ക്കു കീഴിൽ സംവിധായകരുടെയും എഴുത്തുകാരുടെയും സംഘടനയിൽ അംഗമാണ് രഞ്ജിത്ത്. പുറത്താക്കാനുള്ള ആലോചനകൾ തുടങ്ങി എന്ന് ഫെഫ്ക ഭാരവാഹികൾ. തനിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കള്ളക്കേസാണെന്നും ഇത് തെളിയുമെന്നും എറണാകുളം സബ് ജയിലിൽ എത്തിച്ചപ്പോൾ രഞ്ജിത്തിന്റെ പ്രതികരണം. എന്നാൽ മാധ്യമപ്രവർത്തകരുൾപ്പെടെ പരിഹാസ ചിരിയോടെയാണ് രഞ്ജിത്തിനെ വരവേറ്റത്. അഭിനയം മോശമെന്ന് പറഞ്ഞ് യുവനടിയെ താൻ സിനിമയിൽ നിന്ന് ഒഴിവാക്കി, അതിന്റെ വിരോധമാണ് പരാതിയെന്നാണ് രഞ്ജിത്തിന്റെ ന്യായീകരണം. പരാതിക്കാരി കാരവാനിലെത്തുമ്പോൾ വനിതാ സംവിധായികയും അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. യുവതിയുടെ അഭിനയം മോശമാണ്, മുഖം ഒരു മരപ്പലക പോലെയാണ് ഇരിക്കുന്നത് എന്ന് താൻ യുവതിയോട് പറഞ്ഞു. രഞ്ജിത്തിനെതിരെ മുമ്പും പരാതികൾ ഉയർന്നപ്പോൾ അന്ന് രഞ്ജിത്തിനെ സംരക്ഷിച്ചു നിർത്തിയ CPM പാർട്ടി. തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കവേ രഞ്ജിത്തിനെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ അത് പാർട്ടിക്കും ഭരണകൂടത്തിനും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് CPM തിരിച്ചറിഞ്ഞു. അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയത്. കാറിൽ ഒപ്പമുണ്ടായിരുന്ന നടൻ ബോബി കുര്യൻ എന്ന സുഹൃത്തിനെയും പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തു. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് രഞ്ജിത്ത് കേരളത്തിൽ നിന്ന് കടക്കാൻ ശ്രമിച്ചത്. തൊടുപുഴയിലെത്തി ഇടുക്കി വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു രഞ്ജിത്തിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇടുക്കിയിലെ ഏതെങ്കിലും സുരക്ഷിത കേന്ദ്രങ്ങളിൽ. ബോബി കുര്യൻ എന്ന നടന്റെ കാറിലാണ് രഞ്ജിത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. കാളിരാജ്, മഹേഷ് കുമാർ, DCP അശ്വതി ജിജി എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു രഞ്ജിത്തിന്റെ അറസ്റ്റ്. പോലീസ് സേനയിലെ മറ്റൊരാൾക്കും ഈ വിവരം ചോർന്നു കിട്ടിയില്ല. താഴെത്തട്ടിലുള്ള പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തലത്തിൽ വളരെ ശാസ്ത്രീയമായി പോലീസ് കാര്യങ്ങൾ നിയന്ത്രിച്ചു. പരാതിക്കാരിയുടെ പരാതി ലഭിച്ച ഉടൻ തന്നെ കൃത്യമായ മൊഴിയെടുത്തിരുന്നു പോലീസ്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് സംഘം വലവിരിച്ചു. ഒടുവിൽ രക്ഷപ്പെടുന്നതിനിടയിൽ രഞ്ജിത്ത് പിടിയിലാകുമ്പോൾ അയാൾക്ക് അവശേഷിച്ചിരുന്നത് CPM തന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷ മാത്രം. ജനുവരി 9 ഫോർട്ട് കൊച്ചിയിലെ സിനിമാ സെറ്റിലെ കാരവനിൽ വെച്ചാണ് ഈ സംഭവം. സംഭവത്തിന് പിന്നാലെ താൻ വലിയ മാനസികാഘാതത്തിലായി എന്ന് നടി പറയുന്നു. പിന്നീട് വലിയ രീതിയിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ. നടി വഴങ്ങിയില്ല. കൗൺസിലിന് ശേഷം സാധാരണ നിലയിലേക്ക് മടക്കി വന്ന നടി പരാതിക്കായി പോലീസിനെ സമീപിച്ചു. വല്ലാത്തൊരു പതനം തന്നെയാണ് സംവിധായകൻ രഞ്ജിത്തിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് CPMന്റെ ചുമലിൽ കയറി ഒരിക്കൽ കോഴിക്കോട് സീറ്റിൽ മത്സരിക്കാനൊരുങ്ങിയ രഞ്ജിത്ത് പിന്നീട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം CPM രഞ്ജിത്തിന് നൽകി. CPM നേതാക്കളുടെ ഇഷ്ട സുഹൃത്താണ് രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെ അയാളുടെ തലയ്ക്ക് മുകളിൽ ധാർഷ്ട്യം, മറുവശത്ത് തികഞ്ഞ മദ്യപാനം, അതിലുമപ്പുറം സ്ത്രീ വിഷയം. ഒടുവിൽ ആ പ്രമുഖ സംവിധായകൻ നിലത്ത് വീഴുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.